നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. ഈ മിസൈൽ കരസേനയുടെ ഉപയോഗത്തിനായി സജ്ജമായിരിക്കുകയാണ്. മികച്ച പ്രഹരശേഷിയും കൃത്യതയുമുള്ള ഈ മിസൈൽ സ്വന്തമാക്കാൻ 3 വിദേശ രാജ്യങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട്. ഇതോടെ ഇന്ത്യയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള പ്രതിരോധ കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ ഒന്നായി പ്രളയ് മാറുകയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂസ് മിസൈലുകളുടെയും സവിശേഷതകൾ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക മിസൈലാണ് ക്വാസി ബാലിസ്റ്റിക് മിസൈൽ. ക്വാസി എന്നാൽ ഭാഗികമായി അല്ലെങ്കിൽ ഏതാണ്ട് പ്രവചിക്കാനാകാത്തത് എന്നതാണ് അർത്ഥമാക്കുന്നത്. ഈ പ്രവചിക്കാനാവാത്ത സ്വഭാവം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇന്ത്യൻ സൈന്യത്തിന് വലിയ തോതിലുള്ള ഓർഡറിനൊപ്പം വിദേശ ആവശ്യകതയും ഉയരുന്ന സാഹചര്യത്തിൽ പ്രളയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ഉൽപ്പാദനം വേഗത്തിലാക്കുന്നതിനായി സ്വകാര്യ പ്രതിരോധ കമ്പനികളെയും മിസൈൽ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരുന്നത് സർക്കാർ പരിഗണിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച പ്രളയ് മിസൈലിന് 150 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 500 മുതൽ 1000 കിലോ വരെ ഭാരമുള്ള പോർമുനകൾ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രളയ് മിസൈലിന്റെ വിജയം ഇന്ത്യക്ക് തന്ത്രപരമായി വലിയ മേൽക്കൈ നൽകുന്നത് കൂടിയാണ്. വായുവിൽ വെച്ച് വഴിതിരിച്ചുവിടാനും ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനും പ്രളയ്ക്ക് സാധിക്കും. താഴ്ന്ന ഉയരത്തിൽ പറക്കാനും അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് ദിശ മാറ്റാനും കഴിയുന്ന പ്രളയ് പാകിസ്ഥാനും ചൈനയും വിന്യസിച്ചിരിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഏകദേശം 500 കിലോമീറ്റർ ദൂരപരിധിയിൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള പ്രളയ് ആണവായുധങ്ങളില്ലാത്ത കൃത്യമായ ആക്രമണങ്ങൾക്ക് ഇന്ത്യക്ക് ശക്തമായ ഒരു തന്ത്രപ്രധാന ആയുധമാണ്. കമാൻഡ് സെന്ററുകൾ, സപ്ലൈ ബേസുകൾ, ആയുധപ്പുരകൾ, വ്യോമതാവളങ്ങൾ, പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർക്കാൻ ശേഷിയുള്ളതാണിവ. പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് പ്രളയയുടെ പ്രധാന പ്രത്യേകത അതിൻ്റെ മനോവർ ചെയ്യാനുള്ള ശേഷിയാണ്. സഞ്ചാരത്തിനിടയിൽ പെട്ടെന്ന് കൃത്യതയോടെയും ദിശയും വേഗതയും മാറ്റാൻ സാധിക്കാനുള്ള ശേഷിയാണ് മനോവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലക്ഷ്യത്തിലേക്ക് പതിക്കുന്നതിന് മുമ്പ് പാതയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന മിസൈൽ ആയതിനാൽ ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടയുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. യാത്രക്കിടെ വഴിമാറി സഞ്ചരിക്കാൻ കഴിയുന്ന പ്രളയ് മിസൈലിനെ ശത്രുക്കൾക്ക് കണ്ടുപിടിക്കുകയും ബുദ്ധിമുട്ടാണ്. ആധുനിക ഗൈഡൻസ് സംവിധാനവും ഉയർന്ന കൃത്യതയും പ്രളയയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നു. അന്താരാഷ്ട്ര മിസൈൽ വ്യാപാര നിയമങ്ങൾ പാലിക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള പ്രത്യേക പതിപ്പാണ് DRDO വികസിപ്പിക്കുന്നത്. ദൂരപരിധി കുറച്ചെങ്കിലും മിസൈലിന്റെ പ്രഹരശേഷിയിലും കൃത്യതയിലും ഒരിക്കലും മാറ്റമുണ്ടാകില്ല. ഇന്ത്യൻ ആയുധങ്ങൾ അടുത്തിടെ വലിയ തോതിൽ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച അർമേനിയ പ്രളയിലും താൽപ്പര്യം പ്രകടിപ്പിച്ച രാജ്യങ്ങളിലൊന്നാണെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റ് 2 ഏഷ്യൻ രാജ്യങ്ങളും മിസൈൽ സ്വന്തമാക്കുന്നത് പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളുടെ പേരുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഒരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ശത്രുവിന്റെ കമാൻഡ് കേന്ദ്രങ്ങൾ, സപ്ലൈ ശൃംഖലകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ നിർണായക ലക്ഷ്യങ്ങൾ വേഗത്തിൽ തകർക്കാൻ കഴിയുന്ന കൃത്യതയേറിയ ടാക്ടിക്കൽ സ്ട്രൈക്ക് ആയുധങ്ങൾക്ക് ആഗോളതലത്തിൽ ആവശ്യകത വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രളയ് വിദേശ രാജ്യങ്ങൾക്കും ആകർഷകമാകുന്നത്. ബ്രഹ്മോസ് ക്രൂസ് മിസൈലിന്റെ ആഗോള വിജയത്തിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് അടുത്ത വലിയ കുതിച്ചുചാട്ടമായി പ്രളയ് മാറും. ഫാക്ടറി വികസനവും സ്വകാര്യ പങ്കാളിത്തവും വേഗത്തിലാക്കുന്നതോടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ കയറ്റുമതി ഉൽപ്പന്നങ്ങളിലൊന്നായി പ്രളയ് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രളയ് മിസൈൽ പ്രദർശിപ്പിച്ചിരുന്നു. 2021 ഡിസംബറിലായിരുന്നു പ്രളയുടെ പ്രാഥമിക പരീക്ഷണ വിക്ഷേപണം നടന്നത്.